ഇറാൻ ഇസ്രായേൽ യുദ്ധം ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് വൈകിട്ട് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ബോംബിട്ട് തകർക്കുകയും ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിരവധി ഇടങ്ങളിൽ ശക്തമായ നാശം വിതച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ബോംബർ വിമാനങ്ങൾ ബോംബ് വർഷിക്കുകയൊക്കെ ഉണ്ടായി. അതിനോടനുബന്ധിച്ച് തന്നെ ഒരു 5 മണിയായപ്പോൾ അയത്തുള്ള അലി ഖാംനയുടെ ഒരു പ്രസ്താവന, ഒരു റേഡിയോ സന്ദേശം പുറത്തുവരികയുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത്, ഇറാനിലെ ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞത്, അവശ്യ സാധനങ്ങൾ വാങ്ങിക്കുവാനല്ല, നിങ്ങൾ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങരുത്, നിങ്ങൾ വീടിനുള്ളിൽ തന്നെ കഴിയുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇറാന്റെ ഔദ്യോഗികമായിട്ടുള്ള ട്രസ്റ്റഡ് സോഴ്സുകളിൽ നിന്നുള്ള വരുന്ന വാർത്തകൾ ടെഹ്റാൻ ടൈംസ് പോലുള്ള റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറാൻ ഇനി ലക്ഷ്യം വെക്കുന്നത് ഇസ്രായേലിന്റെ ആണവ കേന്ദ്രങ്ങളെയാണ് എന്നുള്ള വളരെ വളരെ പേടിപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇസ്രായേൽ പോലുള്ള ചെറിയൊരു രാഷ്ട്രത്തിന്റെ ഇസ്രായേലിലെ ആണവ കേന്ദ്രങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ അതിന്റെ അണുവികരണം വളരെ വളരെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളായിരിക്കും ഇസ്രായേലിൽ സംഭവിക്കുക. അതോടൊപ്പം തന്നെ ആ ഒരു രാജ്യത്തിനെ നശിപ്പിക്കുവാൻ, ആ ഒരു ഇസ്രായേലിലേക്ക് ലക്ഷ്യം വെച്ചുള്ള ഇറാന്റെ ഈ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം കൃത്യമായിട്ട് ഇറാൻ ലക്ഷ്യം കണ്ടാൽ ഒരു പക്ഷേ ആ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന്റെ ഭാവി തന്നെ അപകടത്തിലാകുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ യുദ്ധത്തിന്റെ കാര്യങ്ങളുടെ പോക്ക്. ഇത് ഔദ്യോഗികമായിട്ട് പുറത്തു വന്ന റിപ്പോർട്ടല്ലെങ്കിലും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ ഓഫീസേഴ്സും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും അടക്കമുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഇറാനിലെ മീഡിയകളാണ് ഈ വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ ഒതുക്കേണ്ട ആവശ്യമുള്ള മറ്റ് ആഗോള ശക്തികൾ, അവർ പരോക്ഷമായിട്ടുള്ള പിന്തുണയും ഇക്കാര്യത്തിൽ ഇറാനുണ്ട്. കാരണം ഉക്രൈന്റെ ഭാഗത്ത് നിൽക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഇസ്രായേലിനെ ഒതുക്കേണ്ടത് റഷ്യയുടെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ പരോക്ഷമായിട്ടുള്ള മറ്റുള്ള വ്യാപാരങ്ങൾ, അതുപോലുള്ള ആയുധ കച്ചവടവുമായിട്ട് മറ്റും നിൽക്കുന്ന മറ്റുള്ള രാഷ്ട്രങ്ങളുണ്ട്. ഇവരുടെ എല്ലാം സപ്പോർട്ട് ഇറാനുണ്ട്. അതുകൊണ്ട് തന്നെ വരും നാളുകളിൽ ഒരുപക്ഷെ യുദ്ധം ഏത് രീതിയിൽ അവസാനിക്കും എന്ന് പറയുവാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. പക്ഷേ ഈ രാത്രി ഇസ്രായേലിനെ സംബന്ധിച്ച് അതിനിർണായകവും അതിസങ്കീർണവുമാണ്. കാരണം ഇറാൻ ലക്ഷ്യം വെക്കുന്ന ഒരേ ഒരു കാര്യത്തിലേക്കാണ് എന്നുള്ളത് കാര്യം വളരെ വ്യക്തമായി കഴിഞ്ഞു. ഇറാൻ ലക്ഷ്യം വെക്കുന്ന ഇസ്രായേലിന്റെ ആണവ കേന്ദ്രങ്ങളെയാണ്. ആ ആണവ കേന്ദ്രങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു പക്ഷേ നാളെ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഈ ഭൂമിയിൽ ഉണ്ടാകുന്നത് തന്നെ സാധ്യത കുറവാണ്. കാരണം ഈ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ 7 മടങ്ങ് അതിന്റെ വലിപ്പമുണ്ട്. പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്നത് ഇറാന്റെ 4-ൽ 1 ഉള്ളൂ. അതുകൊണ്ട് തന്നെ ജനസാന്ദ്രതയായ ഇസ്രായേലിന്റെ പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ആണവ കേന്ദ്രങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ കൊല്ലപ്പെടുക ആ നാട്ടിലെ സിവിലിയന്മാരായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇറാൻ ഇപ്പോൾ ഘട്ടം ഘട്ടമായിട്ടാണ് അവരുടെ ഓരോ മിസൈലുകളും അവർ പുറത്തെടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഉണ്ടായ മിസൈൽ ആക്രമണത്തിൽ തെൽ അവീവിൽ ഒരൊറ്റ മിസൈൽ മാത്രമാണ് പതിച്ചുള്ളൂ. പക്ഷേ അവർ തെൽ അവീവിൽ ആ മിസൈൽ പതിച്ചതുകൊണ്ട് വളരെ കറുത്ത നാശനഷ്ടമാണ് തെൽ അവീവിൽ ഉണ്ടായത്. അതിന്റെ വാർഹെഡ് എന്ന് പറയുന്നത് 1.5 ടൺ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കാൻ കഴിയുള്ള വാർഹെഡ് ആയിരുന്നു. അതിലേറെ നാശം വിതയ്ക്കുന്ന, അതിലേറെ 5-10 ടൺ ഉൾക്കൊള്ളാവുന്ന വാർഹെഡുള്ള മിസൈലുകൾ ഇറാന്റെ കൈവശമുണ്ട് എന്നുള്ളതാണ് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഈ ദുരന്തം ഒരുപക്ഷെ ഇസ്രായേൽ ക്ഷണിച്ചു വരുത്തിയ ഒരു ദുരന്തമായിട്ട് മാറുവാനുള്ള സാധ്യത വളരെയേറാണ്. ഇറാനെ സംബന്ധിച്ച് യുദ്ധം ഒരു പുത്തിരിയല്ല. കാരണം അവർ ഇതിനു മുമ്പും യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇറാനും ഇറാഖുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് യുദ്ധം ഒരു പുത്തിരിയല്ല. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ ഭയാനകമായ ഭീതിപ്പെടുത്തുന്ന ദിവസങ്ങളായിരിക്കും ഇനി മുന്നോട്ട് വരുവാനുള്ളത്.